കൊല്ലം കടയ്ക്കലിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചുവെന്ന കേസിൽ 26-കാരൻ അറസ്റ്റിലായി. അഞ്ചൽ ചണ്ണപ്പെട്ട സ്വദേശി ബിബിൻ ബേബിയെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബിബിൻ ബേബി പെൺകുട്ടിയുമായി പരിചയത്തിലായതെന്ന് പരാതിയിൽ പറയുന്നു. ഫോൺ നമ്പർ വാങ്ങിയ പ്രതി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അടുപ്പത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകി 5 മാസത്തോളം പലതവണ പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ബന്ധുക്കൾ നൽകിയ പരാതിയിൽ കടയ്ക്കൽ പോലീസ് കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ഈ വിവരങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് യുവാവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മയക്കുമരുന്ന് കടത്തിലൂടെ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ചെന്നൈയിലെ കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ ഉത്തരവ്. MDMAയുമായി പിടിയിലായ കരുനാഗപ്പള്ളി സ്വദേശി ഷംനാദിന്റെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുക. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് പ്രതി വാങ്ങിയ 11 ലക്ഷം രൂപ മതിപ്പ് വില വരുന്ന 6.7 സെന്റ് സ്ഥലവും 37,000 രൂപ വില വരുന്ന റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുമാണ് കണ്ടുകെട്ടാൻ ഉത്തരവായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 14-നാണ് കൊരട്ടിയിൽ ആഡംബര കാറിൽ കടത്തുകയായിരുന്ന 96 ഗ്രാം MDMA രാസലഹരിയുമായി ഷംനാദിനെ പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി യുവതി. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൃത്യമായ ചികിത്സ ഉറപ്പാക്കിയില്ല എന്നാണ് നെയ്യാറ്റിൻകര സ്വദേശി സജിതയുടെ പരാതി. അണുബാധയെ തുടർന്ന് 9 ദിവസമായി സജിത SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഠിനമായ വേദനയാണ് താൻ അനുഭവിച്ചതെന്നും വെള്ളം കുടിക്കാത്തതിനാലാണ് പഴുപ്പ് എന്ന് പറയുക മാത്രമാണ് ഡോക്ടർ ചെയ്തത് എന്നുമാണ് യുവതിയുടെ ആരോപണം. പിന്നീട് സ്കാനിങ്ങിലാണ് അണുബാധ കണ്ടെത്തിയതെന്നും യുവതി പറയുന്നു. എന്നാൽ നെയ്യാറ്റിൻകര ആശുപത്രിയിലെ ഡോക്ടർ രേണുക ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. ഫെബ്രുവരി 6-നാണ് സജിതയുടെ പ്രസവ ശസ്ത്രക്രിയ നടന്നത്. ഇതിനൊപ്പം പ്രസവം നിർത്തുന്ന നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു. പിന്നാലെ സജിതയ്ക്ക് കടുത്ത പനിയും വയറുവേദനയും അനുഭവപ്പെടുകയായിരുന്നു. വേദനയെക്കുറിച്ച് ഡിസ്ചാർജിന് മുൻപ് തന്നെ ഡോക്ടർ രേണുകയോട് താൻ പറഞ്ഞതായി യുവതി പറയുന്നു. എന്നാൽ മതിയായ ചികിത്സയോ പരിശോധനയോ നടത്താതെ തന്നെ അസ്വസ്ഥയാക്കുന്ന വിധത്തിൽ സംസാരിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ഇന്ത്യൻ പൗരത്വം തിരിച്ചു നൽകണമെന്ന ആവശ്യവുമായി അധികൃതർക്ക് മുന്നിലെത്തി വയോധിക. തനിക്ക് പ്രായമായെന്നും പിറന്ന നാട്ടിൽ മരിക്കണമെന്ന ആഗ്രഹവുമായാണ് 94-കാരി കളക്ടറെ സമീപിച്ചത്. ആന്ധ്ര സ്വദേശിനി കോൺട്രഗുണ്ട മഹാലക്ഷ്മമ്മ ആണ് മകനൊപ്പം എത്തി തൻ്റെ അപേക്ഷ വേഗത്തിലാക്കണമെന്ന് കളക്ടറോട് അഭ്യർത്ഥിച്ചത്. ചിന്തകുംപാല ഗ്രാമത്തിൽ ജനിച്ച മഹാലക്ഷ്മമ്മ ഭർത്താവ് നാഗഭൂഷണത്തിൻ്റെ മരണശേഷം മകനൊപ്പം അമേരിക്കയിലേക്ക് താമസം മാറുകയായിരുന്നു. ഡോക്ടറായ മകന് ഇന്ത്യയിൽ ജോലി ലഭിച്ചതോടെയാണ് ലക്ഷ്മമ്മ നാട്ടിലേക്ക് മടങ്ങിയത്. 20 വർഷം അമേരിക്കയിൽ താമസിച്ച ലക്ഷ്മമ്മ 2018-ൽ നാട്ടിലെത്തി. അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വം പുനഃസ്ഥാപിക്കുന്നതിനായി അപേക്ഷയും നൽകി. ബാപ്ലട്ട ജില്ലാ കളക്ടർ V. വിനോദ് കുമാർ ഈ അപേക്ഷയിൽ വാദം കേട്ടു. അപേക്ഷ തുടർ നടപടികളിലേക്ക് അയച്ചതായി കളക്ടർ അറിയിച്ചു.